ട്രംപ് അണ്ണൻ ഇപ്പോൾ ചൈനയിലെത്തിയിട്ടുണ്ട്. എന്തിനാണാവോ എന്തോ. ഇപ്പോൾ ട്രംപും ജിംപിങ്ങും കൂടെ കൂടിയിട്ട് അവിടെ എന്താണാവോ പ്ലാൻ ചെയ്യുന്നത്? ഇന്ത്യക്കുള്ള വല്ല പണിയാണോ, അതല്ല ലോകത്തിന് മൊത്തമുള്ള പുതിയ പണികളാണോ? കാരണം ട്രംപ് അണ്ണൻ എവിടെയൊക്കെ ഉണ്ടോ എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ട്രംപും ചൈനയും ജിംപിങ്ങും എല്ലാം കൂടെ കൂടിച്ചേർന്ന ആരൊക്കെയാണാവോ പണി കിട്ടാൻ പോകുന്നത്? കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ യുദ്ധം, ക്രൂഡ് ഓയിൽ, ഹോർമുസ് സ്ട്രീറ്റ് ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണ്. ഇപ്പോൾ ഇതാ പൊടുന്നനെ വെടിപൊട്ടിയ പോലെ ട്രംപ് ഒരു വിമാനം പിടിച്ച് ചൈനയിലെത്തിയിട്ടുണ്ട്. ചൈനയിലെത്തിയ അണ്ണന് ജിംപിങ്ങിൻ്റെ വക നല്ല സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത്. കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, സെൽഫീസ് എടുക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവരെ കണ്ടാൽ പറയൂ ഇന്നലെ വരെ ട്രേഡ് വാർ നടത്തിയിരുന്ന രണ്ട് രാജ്യത്തെ നേതാക്കന്മാരാണെന്ന്. എന്താ ഒരു സ്നേഹം! ട്രംപ് അണ്ണൻ ഒറ്റയ്ക്കല്ല അങ്ങോട്ട് പോയേക്കുന്നത്, 3-4 ടീംസിനെയും കൊണ്ടാണ് പോയേക്കുന്നത്. അതും വലിയ ബിസിനസ് ടൈക്കൂൺസ് ആണ്. ഒന്ന് നമ്മുടെ ടിം കുക്ക്, പിന്നെ മറ്റേ എലോൺ മസ്ക്, അങ്ങനത്തെ ആൾക്കാരെയും കൊണ്ടാണ് പോയേക്കുന്നത്. അപ്പോൾ സംതിങ് അവിടെ എന്തോ വലിയൊരു ബിസിനസ് ഡീൽ നടക്കാനുള്ള പ്ലാൻസ് കാണുന്നുണ്ട്. കാര്യം അമേരിക്കയ്ക്ക് ചൈനയെ കണ്ടുപിടെങ്കിലും ചൈനയ്ക്ക് അമേരിക്കനെ കണ്ടുപിടെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആണ്. ചൈനയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് അമേരിക്ക, അമേരിക്കയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ് ചൈന. ആദ്യം തന്നെ ട്രംപ് അണ്ണൻ ചെയ്തത് വെനസ്വലയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്ന് അവിടെ ഒരു കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി പണി കിട്ടിയത് ചൈനയ്ക്കാണ്. കാരണം ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വന്നിരുന്ന ഒരു രാജ്യമാണ് വെനസ്വല. അവിടുത്തെ ക്രൂഡ് ഓയിലാണെങ്കിൽ വിലക്കുറവും കൂടെ കിട്ടിയിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ട്രംപ് അണ്ണൻ അടുത്ത പണി ചൈനയ്ക്ക് കൊടുക്കാൻ പോയത്. ഇറാനിൽ പോയി യുദ്ധം ഉണ്ടാക്കി ആ ഹോർമുസ് സ്ട്രീറ്റും കൂടെ അടച്ചു. അപ്പോൾ ചൈനയ്ക്ക് വീണ്ടും പണി കിട്ടി. പിന്നെ അടുത്ത ക്രൂഡ് ഓയിൽ വന്നിരുന്ന ഇറാൻ്റെ ആ ഒരു വഴിയും കൂടെ അടച്ചപ്പോൾ ചൈന ശരിക്കും പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നും ഇവിടെ ചൈനയല്ലേ പെട്ടിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ട്രംപ് അണ്ണൻ ചൈനയിലേക്ക് പോയത്? കുറച്ച് കഥ പിന്നിലേക്കുണ്ട്. പക്ഷേ ചൈന ഇവിടെ ഓൾറെഡി ഒരു ഗോൾ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റയർ എർത്ത് മെറ്റൽസ് ഉള്ള രാജ്യമാണ് ചൈന. ഈ റയർ എർത്ത് മെറ്റൽസ് വേണം AI ചിപ്സ് ഉണ്ടാക്കാൻ. എൻവിഡിയ, അതുപോലെ ഗൂഗിള്, മറ്റുള്ള IT കമ്പനീസിന് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനമാണ് ചൈന ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഇതിനും വലിയൊരു അടി കിട്ടാനില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓൾറെഡി ചൈന ഒരു ഗോൾ അടിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അമേരിക്ക ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയെ കണ്ടിട്ടാണ്. ചൈനയെ കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ ഏഷ്യയിൽ നിന്ന് ആകെ ഒരൊറ്റ രാജ്യത്തിനെ പറ്റുള്ളൂ, അത് ഇന്ത്യയാണ്. പക്ഷേ അമേരിക്കയെ നമ്പാൻ പറ്റില്ല. അമേരിക്കയെ നമ്പിയിട്ടുണ്ടോ ആ രാജ്യങ്ങൾക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴാണെങ്കിലും ഹിസ്റ്ററിയിലാണെങ്കിലും. ഇവിടെ ഇപ്പോൾ മറ്റൊരു ചർച്ച വരുന്നത് തായ്വാൻ ഇഷ്യൂ ആണ്. അമേരിക്ക കുറച്ച് സോഫ്റ്റ് ആവുമോ തായ്വാൻ ഇഷ്യൂവിൽ എന്നാണ് തായ്വാൻകാരും ലോകവും ഇപ്പോൾ വിചാരിക്കുന്നത്. ഇറാനിൽ കൈപൊള്ളിയിരിക്കുന്ന അമേരിക്കയ്ക്ക് ചൈനയുടെ ഒരു സപ്പോർട്ട് വേണം. ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ഹോർമുസ് സ്ട്രീറ്റ് തുറന്ന് ഇവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവാം. മേ ബി ഇതിൻ്റെ ഒരു ആവശ്യം കൊണ്ട് തന്നെയായിരിക്കും അമേരിക്ക ട്രംപ് അണ്ണനും ഒപ്പം തന്നെ പരിവാരങ്ങളുമായിട്ട് ചൈനയിൽ വന്നിറങ്ങിയിട്ടുണ്ടാവുക. കാരണം ഇറാൻ്റെ വലിയൊരു സുഹൃത്ത് രാജ്യമാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇറാനിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യവും ഈ ഒരു റിലേഷൻഷിപ്പും മുതലെടുത്തുകൊണ്ട് ചൈനയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് എത്തിക്കാനായിരിക്കും ട്രംപ് അണ്ണൻ ശ്രമിക്കുക. കാരണം ചൈനയുടെയും ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഹോർമുസ് സ്ട്രീറ്റ് തുറന്ന് ഇറാനിലെ ഉൾപ്പെടെ വെസ്റ്റ് ഏഷ്യയിലത്തെ ക്രൂഡ് ഓയിൽ പാസേജ് ഈസി ആക്കുക, എത്രയും പെട്ടെന്ന് അത് പണ്ടത്തെ പോലെ തന്നെ ആക്കുക. അപ്പോൾ മിക്കതും ചൈന ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇതിന് പകരം എന്താണ് ചൈന ചോദിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇന്ത്യ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. ട്രംപ് അണ്ണനും ജിംപിങ്ങും കൂടെ കൂടിയിട്ട് ഇനി ഇന്ത്യക്ക് വല്ല പണി തരാനാണോ അടുത്ത പ്ലാൻ? പറയാൻ പറ്റില്ല. ഇനി അടുത്തത് ഈ ഒരു സൈഡിലേക്കായിരിക്കും ട്രംപ് അണ്ണൻ ലക്ഷ്യം വെക്കുന്നുണ്ടായിരിക്കുക.